സത്യം പറ നീര് എന്തിനാ വന്ന് ട്രിപ്പ്? പിള്ളേരാ അതന്നെ, അതിന് ഞങ്ങളും വിളിച്ചത് ആസ്വദിക്കാൻ. കണ്ണാനി തൂങ്ങിടാ. എന്തിനാ വന്ന് ട്രിപ്പ്? എന്തിനാ വന്ന് ട്രിപ്പ്? എന്തിനാ വന്ന് ട്രിപ്പ്? എന്തിനാ വന്ന് ട്രിപ്പ്? ദിണ്ടുക്കൽ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്കണം വണ്ടി. അരമണിക്കൂറായി സ്റ്റേഷൻ നിർത്തിയിട്ട് വന്നപ്പോ വീണ് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെക്കൻ. ഇതൊക്കെ എന്റെ ഇല്ലേ പറഞ്ഞ പോലെ ഞങ്ങളെ വിശന്ന് എനിക്ക് വേണ്ടേ എടുത്തുക്കണ വേണാമോ? എടുത്തറ. തണ്ണിമത്തം തരില്ലട്ടാ. ഇതാണ് ദർബൂസണി. ഇതിന് നീ എന്താ പറഞ്ഞേ? എന്താ ദർബൂസണി? പൈനാപ്പിളാ? പൈനാപ്പിളാ വേണ്ടത്? പൈനാപ്പിൾ കൊടുക്കണം. ട്രെയിനിലൊക്കെ പോകുമ്പോ ഇതുപോലെ ഐറ്റങ്ങളൊക്കെ വാങ്ങി കഴിക്കണം. എന്തുകൊണ്ട് പറയും, ട്രാവലിംഗ് ആണ്. ചിക്കൻ എന്താണ്? ചിക്കൻ അവ കർപ്പൂസി കഴിച്ചിട്ട് സങ്കടത്തിലിരിക്കുകയാണ്. മറ്റേതുപോലെ പാറ്റിയല്ല അത്, ദർബൂസണി. ദർബൂസണി അല്ലടാ, ദർബൂസണി. ദർബൂസണി കേട്ടില്ലേ നീ? ഇതുവരെ കേട്ടിട്ടില്ല ദർബൂസണി? പൈനാപ്പിളിന് എന്താ ഇവിടെ പറയാ? മുള്ളിക്കായ. മുള്ളിക്കായ ഒന്നുമില്ല. എന്താ പറയുക പൈനാപ്പിളിന്? മൂവിയില് പാത്തിരിക്ക. അതാ ഇവ എന്താ പറഞ്ഞ മുള്ളിക്കായ. ഞങ്ങള് അവിടെ ചാറ്റിലാണ്. ഐ ലവ് യു അക്ഷയ്. അക്ഷയ് ഐ ലവ് യു അക്ഷയ്. അക്ഷയ് യെസ് പറ അക്ഷയ്. എനിക്ക് അക്ഷയില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഫെബ്രുവരി 14 ആയിട്ട് ആരുടെ കൂടെ ചാറ്റ് ചെയ്തോണ്ടിരിക്കാണ്. ഇതിൽ അങ്ങനെ നോക്കി ഇത് നിഖിലിന്റെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് അറിയാം അതിന്റെ വിഷമം എന്താ ഉള്ളത്. അവൻ അഭിനയിച്ചാലും പക്ഷെ മുഖത്ത് എടുത്തറിയണ പറഞ്ഞ പോലെ ക്യാമറ തിരിച്ചപ്പോഴാണ് നോക്കുന്നത് മുഖേ. അതാണ് ഞങ്ങൾ കൊണ്ട് റിട്ടേൺ കൊണ്ടുവന്നത്. അതെ, കണ്ണ് തുടക്കുക അങ്ങോട്ട്. അതന്നെ നല്ലത്. ഈ ഗ്യാങ്ങില് 2 സിംഗിളായുള്ള ചെക്കന്മാരുണ്ടെങ്കിൽ അത് മൊറട്ട് സിംഗിളായുള്ള ചെക്കന്മാരുണ്ടെങ്കിൽ ഞാൻ അവരെ മാത്രമാണ്. മൊറട്ടെന്നല്ല, മൊറട്ട് സിംഗിൾ ആയിട്ടുള്ള 2 പേര്. സിഗ്മ അരെ ഞാനാ? ഇല്ലല്ല, ഞാൻ പുറന്തം മുതലേ സിഗ്നലല്ല സിംഗിളാണ്. ഇപ്പൊ വേറെ വായി വേറെ കൊളറുതേ അങ്ങനെയൊന്നും ആരും ഞാൻ നോക്കിയിട്ടില്ല. എന്താണ് ഞാൻ സിംഗിൾ ആണോ കമ്മിറ്റഡ് ആണോ എന്നുള്ളത് ഇവനെ അറിയാം. ഞാൻ വേണമെങ്കിൽ ഇവനെ മേലെ തലേ സത്യം ചെയ്യാം. തലേ സത്യ പേടി. ഞാൻ സിംഗിൾ അല്ലേ, പിന്നെ നീ പഠിക്കുന്നു അടിച്ചു പറയണു സത്യം. സിംഗിള് പിന്നെ മനസ്സൊന്നും ഇല്ല. ഏത് സബ്സ്ക്രൈബറിന് മേലെ എല്ലാവരും മേലെ അങ്ങനെ സത്യം ചെയ്യാൻ പാടില്ല. കാരണം നമുക്ക് വാൾവ് തരാൻ പോണത് അവരാണ്. സത്യത്ത് മേലെ ഏറെ സത്യം പണുവാങ്ങളാ. അപ്പൊ അതിന് മേലെ നമ്മൾ സത്യം, നിന്റെ മേലെ സത്യം ചെയ്യാൻ അല്ലേ? സബ്സ്ക്രൈബ് ആണ് നമുക്ക് വലുത്.
അപ്പൊ ഇന്ന് ഊറ്റാ നമ്മളുണ്ടല്ലേ നമ്മൾ കണ്ടത് എല്ലാവർക്കും നിങ്ങൾ ഓരോ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിൽ ആരോ ഉടായ്പ നിങ്ങൾ കണ്ട് മനസ്സിലാക്കി നിങ്ങൾ കമന്റ് ചെയ്യുക. ഫസ്റ്റ് വീഡിയോ തൊട്ട് തുടങ്ങിയതാണ്. പഴനി 5 പ്രാവശ്യം കണ്ടത് പറഞ്ഞത് എന്താ പറയാത്ത അപ്പൊ തുടങ്ങിയതാണ്. ചെക്കൻ കൊറേ നേരം ഇരുന്ന് അവനെ നിൽക്കാൻ തുടങ്ങി. മുതുക് വേനയില്ല, മൂലം വേനയാണ്. അതെ, വയസ്സായില്ലേ, അവിടെ ഇവിടെ വേനയായിട്ടേ മൊത്തത്തില് ഉള്ളാൻ പോകാൻ പേടിച്ചിട്ട് ഇവിടെ നിന്നിട്ടിരിക്കണം. കാരണം ഇവിടെ ഫുള്ള് ആൾക്കാർ, താഴെയൊക്കെ ആൾക്കാർ ഇരുന്നിട്ടിരിക്കണം. ഇവിടെ ഫുള്ള് മനുഷ്യനാണ് സംസാരിച്ച ആൾക്കാർ മാറ്റത്തിലും ചെയ്യും. അതെ, എന്താണ് കൊറേ പേര് ഇങ്ങനെ ചായരിക്കാൻ കൊറേ പേര് ഇങ്ങനെ മറ്റേതായിട്ട് ഇവിടെ തന്നെ ഒഴിച്ചിട്ട് അതിനെ പോകുമ്പോ അടുത്ത് നാപ്കിൻ എടുത്ത് വലിച്ചെറിഞ്ഞാ മതി. പാമ്പേഴ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരെ അവമാനിക്കണമേ. കയ്യോടെ കട്ട് ചെയ്ത് ഏതറിയില് യൂറിന്റെ മറ്റേ സംഭവം ഇട്ടിരുവാണത്. ലാസ്റ്റ് ഉള്ള ട്യൂബ് ഇട്ടിട്ടുണ്ടാവും. വയ്യ, മൊട്ടുവേന, അതൊക്കെ അങ്ങനെ തന്നെ. ഇപ്പഴേ കാല് വേനയ്ക്ക് തുടങ്ങി. ഇപ്പഴേ മറ്റേതാ വന്നു. சாகிறதுக்குள்ள உங்களை வச்சுன்னு ஒரு டூர் போகலான்னு நினச்சேன்டா. ஆளுக்கு ஒரு நோயோட வந்து അതുകൊണ്ടാ പറയണത്, അതാത് പ്രായത്തില് അതാത് അനുഭവിക്കണം പറയണത് അതാണ്. ചെറുപ്പത്തില് എന്ത് എൻജോയ് ചെയ്യാൻ പറ്റുമോ ആ ചെറുപ്പത്തിലേ അത് കിട്ടുള്ളൂ. വലുതാകുമ്പോൾ കിട്ടില്ല. വയസ്സ് കൂടുന്തോറും നമ്മ അതിനുള്ള മെച്ചൂരിറ്റി ഇങ്ങനെ നമ്മ വന്നുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് അല്ല ഓരോ ബാധ്യതകൾ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അത് നമുക്ക് കിട്ടില്ല. അതൊക്കെ പിന്നെ 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 ഇല്ലെങ്കിൽ പിന്നീട് പറഞ്ഞ പോയി കഴിഞ്ഞാൽ ഒരു മാസം 30 ദിവസം ഉണ്ടെങ്കിൽ 30 ദിവസം വീട്ടിൽ പണി ചെയ്തിരിക്കും. മാസം 30 ദിവസടാ. ശരി, 28 മാസം 28 ദിവസം വെച്ചോ. 28 ദിവസം എങ്ങനെയാടാ ഇപ്പവേ കണ്ണ കെട്ടത്. അതിന് അപ്പളും പണി ചെയ്യണ്ടല്ലോ വേ. വെറുതെ ഇരിക്കില്ല. പണി പറയണ കേക്ക്, തത്വം കേക്കാൻ വെക്ക്. 28 ദിവസവും പണി ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് എന്താ ഉപകാരം? ഇപ്പൊ പ്രായം 23 വയസ്സായിട്ടുള്ളൂ. ഇവർ 4 കൊല്ലം ആകുമ്പോ പിന്നെ കയ്യിൽ പൈസ വന്നിട്ടുണ്ടാവും, ഇത് വന്നിട്ടുണ്ടാവും. പക്ഷെ അപ്പൊ അസുഖം, മുട്ടുവേന, കൈവേന, മൂലം മറ്റേതൊക്കെ വന്ന് എല്ലാം വന്ന് റെഡി ആയിട്ടുണ്ടാവും. അപ്പൊ ആഗ്രഹിക്കും പുറത്ത് കറങ്ങാൻ പോകണം, അത് പോകണം, ഇത് പോകണം. അപ്പൊ അതിനുള്ള കല്യാണമാവും, കുട്ടികളാവും. പിന്നെ ഒന്നും ഇത് കിട്ടില്ല. ഈ വൈബ് ഇപ്പൊ മാത്രമേ കിട്ടുള്ളൂ. എന്താ പണി അല്ലേ? പണിക്ക് പോകണം, സമ്പാദിക്കണം, ശരിയാണ്. കുടുംബം നോക്കണം, എല്ലാം റെഡിയാണ്. പക്ഷെ അതിന് കൂടെ നമ്മുടെ ജീവിതം കൂടി നമ്മൾ ഇത് നോക്കണം. അപ്പൊ ഈ തത്വം നിങ്ങൾ പിടിച്ചു വെച്ചാ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വെക്കം കെട്ടവീங்களா இதுக்கு எதுக்குடா வெள்ளையங்கிலியமாலேன்னு അതെ, അങ്ങനെയൊന്നും വേണ്ടില്ല. ഇതുപോലെയുള്ള ഫ്രണ്ട്സ് വേണം. വെള്ള ട്രിപ്പിന് പോകാൻ ആസ്വദിക്കുന്ന ഫ്രണ്ട്സിനെ കൂട്ടിട്ട് പോയാൽ സെറ്റ് ആയിരുന്നു ട്രിപ്പ്. ഇപ്പൊ രാവിലെ ട്രെയിൻ വന്ന് കേറി ഉറങ്ങിവൻ. ഇപ്പൊ മറ്റേ ഇവിടെ എത്തിയിട്ട് ഇവിടെ പാലക്കാട് ടൗണിൽ നിന്ന് കേറിയവൻ എവിടെ എത്തിയടാ? ദിണ്ടുക്കല്ല് എന്താണ് പൈനാപ്പിൾ മേടിക്കണ പറഞ്ഞ മാത്രമേ എണീറ്റുള്ളൂ. 6 മണി 6:30 കയറിയില്ലേ? ഇല്ല, എന്റെ ഷോർട്ട് ഉണ്ട്, എന്റെ വീഡിയോ ഷോർട്ട് ഉണ്ട്. ശരി, 7:30 ഉറങ്ങിയാ 12 മണി. 12 മണിക്ക് എണീറ്റിരിക്കുന്നത്. ഇത്രയും പേര് ഫുള്ള് ആൾക്കാരാ. ഇതിന്റെ അടിയിൽ കൂടി ഞങ്ങൾ വ്ളോഗ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ്. അല്ലേ? ഇവനൊക്കെ മടിച്ച് മാറി. മറ്റേ ഞങ്ങൾ ഫസ്റ്റ് ആദ്യം പഴനി വീഡിയോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങൾ ക്യാമറ ഓൺ ആക്കി ആ ഒരു മറ്റേ എന്നെ അവിടെ നിന്നിട്ട് ഓൺ ആക്കിയിട്ട് നിഖിലെ പറയാ, നിഖിലെ പറയൂ, എന്താ പറയണ്ട. അതന്നെ, അങ്ങനെയൊക്കെ ആദ്യത്തെ ട്രെയിനിൽ വന്ന ഒരു വീഡിയോ ഉണ്ട് നിഖിലിന്റെ. ഞാൻ എന്താ പറയാ, അതന്നെ, അങ്ങനെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. ഞങ്ങൾ വീഡിയോ എടുത്ത് ഇപ്പൊ ഞങ്ങള് ഇത്രയും പേരും ഫ്രണ്ടിൽ ഞങ്ങൾ സംസാരിക്കാൻ പഠിച്ചു. അതും ട്രെയിനില്. നിങ്ങൾക്ക് കറക്റ്റ് കാണിച്ചു തരാം തിരക്ക് എങ്ങനെയുണ്ടെന്ന്. ഇതാണല്ലേ, ഇവിടെയൊക്കെ ഫുള്ള് ഇങ്ങനെ ആൾക്കാർ നിന്നിരിക്കുകയാണ്. ഇവിടെ ആൾക്കാര്, ഇപ്പർ സൈഡ് ആൾക്കാർ. അപ്പൊ ഇങ്ങനെ നിങ്ങൾ പഠിക്കണം, വ്ളോഗ് എടുത്ത് പഠിക്കണം, അല്ലെ ഇൻസ്റ്റാഗ്രാം വീഡിയോ അപ്ലോഡ് ചെയ്യണം വെച്ചാൽ ഡെയിലി വീഡിയോ എടുക്കുക എന്നാണ് ആഗ്രഹമുള്ളവരൊക്കെ ചെയ്യാം. അല്ലടാ, അതല്ല ഞങ്ങൾ പറയാനുള്ളൂ. അടുത്ത ഒന്നാ ഹിറ്റ് ആകും, ഇല്ല വെച്ചാൽ മെമ്മറീസ് ആയിട്ട് നമ്മ പിന്നീട് ഭാവിയിൽ
ഇവന്റെ കല്യാണം, എന്റെ കല്യാണം, ഇവന്റെ കല്യാണം ഒന്നും പറയാതെ. ഇവന്റെ കല്യാണം കഴിഞ്ഞ് ചെറിയ കുട്ടികളൊക്കെ ആവുമ്പോ അവർക്ക് ഈ വീഡിയോ ഒക്കെ എടുത്ത് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ വേണ്ട കാണിച്ചു. ആ സമയത്ത് ഞങ്ങൾ ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ ഇറങ്ങിണ്ടായിരുന്നു, ഇതുപോലെയൊക്കെ പങ്കും മുടി വെച്ചിട്ടുണ്ടായിരുന്നു, ഇതുപോലെ താടി ഷേവ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതുപോലെയൊക്കെ ഞങ്ങൾക്ക് പറയാൻ പറ്റും. ഏത് അതുണ്ട് അത് ഇതൊക്കെ ഇങ്ങനെ താടി എനിക്കും താടിയില്ല, ഞങ്ങളുടെ ഗ്യാങ്ങിന് ആർക്കും താടിയില്ല. പിന്നെ അവിടെ ഒരാള് മറ്റേ നിൽക്കുകയാണ്. ആള് ഞങ്ങളോട് ട്രാവൽ ചെയ്യുന്ന ആളാണ്. ആള് ഞങ്ങളുടെ വീഡിയോ കണ്ട് എന്താണ് ഫുള്ള് സപ്പോർട്ട് ചെയ്യാണ്. ചെറുത് പാവം ഒറ്റയ്ക്ക് അവിടെ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടിരുന്നിരിക്കുകയാണ്. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ഐഡിയ ഒക്കെ ഞങ്ങൾ ഇടയിലിടയിൽ ഓരോരുത്തർ കാണിക്കുമ്പോൾ ഞങ്ങൾ വരും. അവരൊക്കെ ഫോളോ ചെയ്യുക, ഇഷ്ടപ്പെട്ടവർക്കൊക്കെ എല്ലാവർക്കും ഫോളോ ചെയ്യുക. ഞങ്ങളെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് വരുന്നതിനനുസരിച്ച് ഞങ്ങളുടെ ഓരോ ഇത് ഞങ്ങൾ തീരുമാനിക്കും. അതെ, ആരൊക്കെ പുതിയ ആഡ് ആക്കണം. ഞങ്ങളുടെ ഗ്യാങ് വലിയ പടിയുണ്ട്. ഇപ്പൊ ഞങ്ങൾ 4 പേരേ ഉള്ളൂ. ഇനി ഞങ്ങളുടെ പിള്ളേരൊക്കെ ഈ സീത്തെ ഗ്യാങ്സിനൊക്കെ ഫുള്ള് ഇറക്കാനുണ്ട്. ഇപ്പൊ ഞങ്ങൾ പോകുമ്പോ ഓരോരുത്തർ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം അല്ലേ. ആക്ടർമാര്, മറ്റേവര്, കോമഡിയൻ, ഇതൊക്കെ ഞങ്ങളുടെ ഗ്യാങ്ങിൽ കുറെ പേരുണ്ട്. കഴിവില്ലാത്തവരാണ് ഞങ്ങളെ അല്ലേ 4 പേര്. കഴിവുള്ളവന്മാരൊക്കെ എന്താണ് അവിടെ നല്ല രീതിയിൽ അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രേ ഉള്ളൂ. ചെക്കൻ ഫൈനലി ഞങ്ങളുടെ അടുത്ത് റീച്ച് ആയിരിക്കാണ്. അവിടെ അതെ ഞാൻ എന്താ കുഞ്ഞു വരുന്ന വേറെ നോക്കണേ. അതിലിങ്ങനെ ഇരുന്നിരുന്ന് ഇങ്ങനെ ആയില്ലേ. ഇപ്പടി ഇറന്തണാ ഇപ്പടി ആയിട്ട് മറ്റേ വിവേക് പറയില്ലേ, അതുപോലെ ആയി. ഈ ഇതിൽ തന്നെ വെള്ളം പഠിക്കണം. ഇത് മധുരയാണ്, ഇവിടുന്ന് പഠിക്കാം. മധുര എത്തി. പൈനരക്ക് അല്ല, ഇനി ഇവിടെ പിടിച്ചു നിർത്തോളാം. വണ്ടി നിർത്തും. ഇങ്ങനെ അവിടെ 1/2 മണിക്കൂർ നിർത്തിയില്ലേ, മറ്റവിടെ 1/2 മണിക്കൂർ നിർത്തിയില്ലേ, അതുകൊണ്ടാ ലേറ്റ്. ഇല്ല വെച്ചാൽ നീ പറഞ്ഞ പോലെ 6 മണിക്കൂർ മതി. സ്റ്റേഷനിൽ ഇറങ്ങണ്ട, എല്ലാവരും കയറട്ടെ, എന്നിട്ട് ഇറങ്ങാം. ഇല്ലെങ്കിൽ സീറ്റ് പോകും. മധുരയാണ്. വീടൊക്കെ വേണ്ടി പോയി മധുരയിൽ കൂടെ ഇറങ്ങിയിട്ടേ അപ്പൊ അവര് ഒരേ സംസാരം മധുരയില്. மாடு பிடிக்க போனேன், இந்த மாதிரி ஆயிருந்தேன், அப்படிதான் அது பாட்டு போயிருந்தேன், காட்டுக்குள்ள போயிருந்தேன். മറ്റേതുപോലെ ഞാൻ ഇവരെന്താ പറയണ മനസ്സിലാവണില്ല. ഞാനേ തമിഴ്, മറ്റാൾക്ക് തമിഴാൾക്ക് മനസ്സിലാവണില്ല. അങ്ങനെ ഞങ്ങളെ മധുര സ്റ്റേഷൻ വിട്ടിരിക്കുകയാണ്. ഒരു ബോട്ടിൽ വെള്ളം, ഇത്ര നേരം രാവിലെ ഇറങ്ങുമ്പോൾ വെള്ളം കുടിച്ചില്ല. 2 ബോട്ടിൽ വെള്ളം മേടിച്ചിട്ട് ഇവിടെ നിന്നിരിക്കുകയാണ്. ചെക്കനെ വേഗം ഓടിപ്പോയി മേടിച്ചത്. 5 മണിക്കൂർ കാത്തിരുന്ന വെള്ളം പുറത്ത് പോയി ഓടിപ്പോയി മേടിച്ചിട്ട് വന്നു. കറക്റ്റ് ഞങ്ങളെ മേടിച്ചതും വെള്ളം വരികയും ചെയ്തു. ഇതാണ് ഞങ്ങളുടെ യോഗം. എവിടെ പരിപാടി വെച്ചാലും ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. ഭക്ഷണം കഴിച്ചിട്ടില്ല ഞങ്ങള്. രാവിലെ തൊട്ട് പൈനാപ്പിളും പിന്നെന്താ ഒരു പൈനാപ്പിളും ഒരു പരിപ്പട, ചായ. ഞാൻ ചായ കുടിച്ചില്ല, ഇവര് ചായ കഴിച്ചില്ല. അങ്ങനെയാണ് അതന്നെ, അത് കഴിച്ചില്ല. അല്ല, ഞാൻ ഒരു പരിപ്പട, എന്താണ് പൈനാപ്പിളും തണ്ണിമത്തനും കൂടി കഴിച്ചു. അത്ര തന്നെ. ഇപ്പൊ മധുര ജംഗ്ഷൻ എത്തി. ഇനിയിപ്പോ എവിടെ 3:30 എത്തുള്ളൂ. ഞങ്ങൾ അവിടെ എത്തിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് തീരുമാനിച്ചിരിക്കുന്നു. ഒറ്റയടിക്ക് കഴിക്കാൻ വേണ്ടിട്ട്. അവിടെ ഞങ്ങൾ ബഡ്ജറ്റ് ലാഭം. തിരുപ്പതി പോയി നമ്മൾ കഴിച്ചില്ലേ മസാല ദോശ, അത് അന്യ ടേസ്റ്റ് ആയിരുന്നു അല്ലേ? അല്ലടാ, മസാല ദോശടാ. തിരുപ്പതി നിന്നാണ് മസാല ദോശ കഴിച്ചത് നമ്മള്. മറന്നു. മൈൻഡില് പെമ്പിള്ളേരനെ മാറ്റിട്ട് ചിന്തിക്കുക. എത്ര പെൺപിള്ളേരാണ് ചോദിച്ച പെണ്ണില്ലാന്ന്. ഞങ്ങളൊക്കെയാണ് ഉത്തമ അറിയോ. ഞങ്ങളൊക്കെ വായ തുറന്ന് പറയും. ഒരാള് അടിച്ചു നിങ്ങളെ അച്ഛന്മാരോ അമ്മമാരോ ഈ വീഡിയോ കാണണമെങ്കിൽ ഈ പിള്ളേരെ തല്ലുന്നതൊക്കെ അവോയ്ഡ് ചെയ്യുക. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ കുറെ ഉരുട്ടി തെന്നുമട്ടിയിലും അല്ല തെങ്ങുമട്ടിയിലും മറ്റേലൊക്കെ തല്ലുകൊണ്ടാണ്. ഇവിടെ ഒരു ആള് ബാക്കിൽ നിന്നിട്ട് ഒരു ചെക്കനെ നല്ല അടി അടിച്ചു. ഞങ്ങളുടെ ഇതിലെ സൗണ്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെ ചെയ്യുക. അപ്പൊ അങ്ങനെ ആരും തല്ലണ്ട. ഇപ്പോഴും ചെക്കൻ നല്ല അടി കിട്ടി കണ്ണിക്ക് വെള്ളം വന്നു. ചെക്കൻ ബിരിയാണി കൊടുത്തതും ഹാപ്പിയായി. ഒരു അടി കിട്ടി ബിരിയാണി കൊടുത്തതും ചെക്കൻ ഹാപ്പിയായി. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ അച്ഛന്മാരമ്മമാരെ തല്ലിക്കോളി. ഞങ്ങൾ അതിന് മുമ്പ് പറഞ്ഞത് തിരിച്ചെടുത്തു. ഞങ്ങൾ തിരിച്ചെടുത്തു. അതെ, എന്നാൽ നന്നാവുള്ളൂ. പറഞ്ഞ കടിയിൽ വെച്ചാൽ അടി തന്നെ മരുന്ന്, വേറെ ഒന്നുമില്ല. അപ്പൊ ഞങ്ങൾ ഈ ഭാഗത്ത് പക്ഷെ തല്ല് കേട്ടപ്പോ ഞങ്ങൾക്ക് സങ്കടം വരും. രണ്ടുപേര് ശിവൻ കൽനെഞ്ചക്കാരൻ
നമുക്ക് നമുക്ക് കിട്ടില്ല ചെറുതായിട്ട് കുഴപ്പമില്ല. അതെ വീട്ടിൽ നിന്ന് കിട്ടിയില്ല, എവിടെ നിന്ന് കിട്ടും? നാട്ടുകാർ കിട്ടുന്ന എത്ര നല്ലല്ലേ വീട്ടിൽ നിന്ന്. നാട്ടുകാരനെ ഇപ്പൊ കിട്ടിയിട്ടുണ്ടല്ലോ, അത് മതി. ശരി ഗായ്സ്, അപ്പൊ ചെക്കനെ അടുത്ത ഉറക്കത്തിൽ കാണാം. ബൈ. എവിടെ കഴിഞ്ഞു? മധുര കഴിഞ്ഞു. മധുര കഴിഞ്ഞു. ഇനി 4 മണിക്കൂറുണ്ട് ഇവിടുന്ന് തിരുവനന്തപുരം എത്താൻ. A few moments later. ശരി, ഇനി സൂം ചെയ്യും. ഇനി അങ്ങനെയല്ല, അടുത്തേക്കോ. ഇത് കണ്ടിട്ട് എന്താ ഗൈസ് തോന്നണേ? ഇത് സീരിയസ് ആയി പൊടി തട്ടിയതാടാ. പൊടി തട്ടിയതാണ് സീരിയസ് ആയിട്ട്. പൊടി തട്ടിയതാണോ അല്ലെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക ഗൈസ്. ഏതോ പണ്ട് ഇവിടെ പോയിട്ട് എനിക്കിത് നടന്നതാ പറയണത്, പക്ഷെ യഥാർത്ഥത്തിൽ അതല്ല. ചെറുതാ, ഞാൻ സാക്ഷി. നീ അവനെ കുറിച്ച് പോയത് രണ്ടും കൂടെ ലേറ്റ് ആയപ്പോ തന്നെ എനിക്ക് തോന്നി. പർച്ചേസ് ഒക്കെ ചെയ്തിട്ട് വന്നത് എന്താണ്, പക്ഷെ എന്താണ് യഥാർത്ഥത്തില് അതാണ് സംഭവം. ഇത് ബൈറ്റ് മാർക്ക് അല്ല, വൈറ്റ് മാർക്ക് അല്ല, ബൈറ്റ് മാർക്കും അല്ല. അത് അങ്ങനെയാണ് ഞാൻ ഓപ്പണെ പറയണ്ടാവും ഗൈസ്. എനിക്ക് ഞാൻ സിംഗിൾ അല്ല, എനിക്കിത് എന്റെ പെണ്ണ് ഞാൻ പോയി എന്റെ പെണ്ണ് ഇത് കടിച്ചാണുള്ളത് ഞാൻ പറയണ്ടാവും ആണെങ്കിൽ. പക്ഷെ എനിക്ക് സത്യം ആളില്ല. February 14 ഞാൻ ഇവരുടെ കൂടെയൊക്കെ വന്നത്, ഇവരുടെ കൂടെയൊക്കെ അലയുന്ന അവസ്ഥയാണ്. ആലോചിച്ച് നോക്കി. ആ സങ്കടത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അതിന്റെ ഇടയിൽ ഈ മാർക്ക് ഇവരിത്. പക്ഷെ ഈ മാർക്ക് വരേണ്ട ആള് ഇവിടെ ഇരുന്നിട്ട് എന്താ കണ്ടു തോന്നുന്നുണ്ട്? അല്ലടാ, തോന്നില്ല. പോടാ, എന്ത് മനസ്സിലായില്ല. ചോദിച്ചത് എന്താണ്, ടീം വിട്ടു കൊടുത്തു. എന്താ തോന്നാണ്ട് നിഖിലിനെ കണ്ട് തോന്നുന്നില്ല. അതെ, ഞങ്ങൾ അങ്ങനെയല്ല കാര്യം. ഞങ്ങൾ എന്ത് പറഞ്ഞാൽ ഞങ്ങൾ വിട്ടു കൊടുക്കില്ല. അങ്ങനെ ഞങ്ങൾക്ക് അറിയാം ഇത് കോൺട്രിബ്യൂഷൻ. ഞങ്ങൾ ഇങ്ങോട്ട് മാറി കളിക്കും. വരെ അവിടെ വിട്ട് കളിക്കും, അവനതാക്കും. പക്ഷെ ഞങ്ങളുടെ ടീമില് അതെ ടീം ബി പാവങ്ങളാ. ഞങ്ങൾക്ക് ഒന്നും അറിയില്ല, പെണ്ണില്ല, ഒന്നുമില്ല. ഇവരൊക്കെ 2 പെണ്ണുങ്ങള്, എല്ലാ പെണ്ണുങ്ങളും ചാറ്റ് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ്. സ്നാപ് ചാറ്റില്, എന്താണ് ബമ്പിളില്, ബമ്പിള് നിനക്ക് അതിനു മുമ്പ് അറിയോ? എനിക്ക് ഇല്ലല്ലോ. ആരെ പരിചയപ്പെടുത്താന്ന്? നിഖിലല്ലേ? നിനക്കറിയോ ബമ്പിള്? സത്യം ഇതൊക്കെ പരിചയപ്പെടുത്താ. പ്രീമിയം എടുത്തില്ല. ഇല്ല, പ്രീമിയം എടുത്തില്ല. വീഡിയോ വരും. ഞാൻ കട്ട് ചെയ്യാം. എടുക്ക്. എങ്ങനെ റൈറ്റ് സൈഡ് ഞാൻ കാണിച്ചരാ. അത് വെരിഫൈ ചെയ്ത് മാത്രമേ ഉള്ളൂ. പക്ഷെ യഥാർത്ഥത്തിൽ ഇല്ല. ஆமா, நீ பொய்ய சொன்னாலும் ரசிக்கிறாளுங்க, உண்மையை சொன்னாலும் ரசிக்கிறாளுங்க. அது எப்படி? அதெல்லாம் ஒரு தொழில் ரகசியம் ஐயாச்சாமி. എന്താണ് ലൈക്ക് ഒന്ന് കാണിച്ചു കൊടുക്കണ്ട ഗൈസ്. ഇത് ബ്ലർ ചെയ്യും. ഞാൻ ബമ്പിൾ ഇൻസ്റ്റാൾ പരിചയപ്പെടുത്തി തന്നത് എന്റെ ഗുരു ആശാൻ നിഖിലാണ്. അവന് അത്രയുണ്ടാകുമ്പോ ശിഷ്യന്മാർക്ക് ഇത്രയെങ്കിലും വേണമല്ലോ അല്ലേ? ഇത് അത്രയെങ്കിലും വേണ്ടേ അല്ലേ? ചെറുതെ ശിഷ്യന്മാരാകുമ്പോ ഗുരുവിനെന്ന് നമുക്കൊരു ഇത് കൊടുക്കണ്ടേ അല്ലേ? ഈ 2 ശിഷ്യന്മാരാണ് അല്ലല്ല, ഞാനും ഇല്ല. ഇപ്പൊ തന്നെ പറയാ, ഞാൻ അതിലൊന്നും ഇല്ല. ഞാൻ വെറുതെ അത് എടുത്തു വെച്ചിട്ട് വെറുതെ ഒരു രസത്തിന് വേണ്ടി വെച്ചിരിക്കും മാത്രം. വേറെ വീഡിയോക്ക് വേണ്ട മാത്രം. ഡെയിലി ഒരു 2-3 മണിക്കൂർ വെറുതെ നോക്കാലോ പെമ്പിള്ളേരന്. എന്താണ് അഴക് പറഞ്ഞ എന്തിനാ അറിയോ? ആസ്വദിക്കാനാണ്. അത് ആസ്വദിക്കണം. അഴക് രസിക്കുന്ന അറിവ് വേണം. தெரியுமா? എന്താ അഴക് രസിക്കുന്ന അറിവ് കാണിച്ചു കൊടുത്താണ്. അറിയില്ല, എന്താ വരുന്ന കാര്യമായിട്ട് സെർച്ച് ചെയ്യുന്നുണ്ട്. ഞങ്ങള് 4 മണിക്കൂർ ഇനിയിപ്പോ ഈ ട്രെയിനിൽ ഇങ്ങനെ തന്നെ ചട്ടപ്പുട്ടേന്ന് പോയിക്കൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. എന്താണ് മധുര കഴിഞ്ഞ് ഞങ്ങള് വണ്ടി പറന്നുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ഇതാണ് തിരുപ്പരംകുന്റം സ്റ്റേഷൻ. അതാണ് വീഡിയോ ഉണ്ടായിരുന്നു, ഞങ്ങൾക്കത് കാര്യമായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. വീഡിയോ എടുത്തില്ല ഞങ്ങള്. അതെ, ഞങ്ങൾ തഞ്ചാവൂർ പോയ സമയത്ത് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഈ മലയ്ക്ക്. ഇതാണ് തിരുപ്പരംകുന്റം മല. കുറച്ച് താഴെ ആക്കടാ.
ഇതിന്റെ താഴെയാണ് അമ്പലം എല്ലാം ഗൈസ് ഇതാണ് മലയാന്ന് അറിയില്ല ഞങ്ങൾക്ക്. ഇതിന് മിക്കവാറും മലയായിരിക്കും തോന്നുന്നു. ഇതായിരിക്കും തിരുപ്പംകുണ്ട മല തോന്നുന്നു. പക്ഷെ ഇത് തിരുപ്പംകുണ്ട റെയിൽവേ സ്റ്റേഷൻ. അത് ഇനിയിപ്പോ തിരുച്ചെന്തൂർ പിന്നെ ഏകദേശമുള്ള എല്ലാ ആൾക്കാരും വരുന്നതാണ്. തമിഴ്നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരിക. നമ്മളവിടെ നിന്ന് കുറച്ച് പേര് മറ്റേ മലയ്ക്ക് പോവില്ലേ, ആ സമയം ആൾക്കാർ മാത്രമേ ഇങ്ങോട്ട് വരുള്ളൂ. ഈ മലയ്ക്ക് പോകാൻ പോയിട്ടുണ്ടോ? അവിടെ ഒന്നും വന്നിട്ടില്ല. കേരളത്തിൽ ഏതൊക്കെ ക്ഷേത്രത്തേക്ക്? ഗുരുവായൂർ പോവും, മറ്റേ കാടാമ്പുഴ പോകും. കാടാമ്പുഴയൊന്നും പോവില്ല. അത് അവിടെ ഇരിക്കുന്നു. കാടാമ്പുഴ മലപ്പുറം സൈഡാണ് കാടാമ്പുഴ. പക്ഷെ ഞങ്ങൾ നേരെ ഓപ്പോസിറ്റാ. ഞങ്ങള് അവിടെ നിന്ന് നേരെ തിരുവനന്തപുരം, കന്യാകുമാരി, തിരുച്ചെന്തൂര്, ഇങ്ങനെ വന്ന് തഞ്ചാവൂര്, ആ വഴി വന്ന് കുംഭകോണം, അങ്ങനെ ചുറ്റി ഇതിൽ കൂടെ ഇങ്ങനെ വരും. നിങ്ങൾ ആദ്യം കവർ. ഞങ്ങൾ അത് മറ്റേ പോവും, അമ്പലം അതൊക്കെ പോയിട്ട് 5 ദിവസം ട്രിപ്പ് ആയിരിക്കും. 5 ദിവസമൊന്നുമില്ല, 3 ദിവസം. എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം, 9ലും 10ലും. 9ലും 10ലും. നിങ്ങൾ എത്ര പ്രാവശ്യം പോയിരുന്നു മലയ്ക്ക്? ഒരു പ്രാവശ്യം, 4ാം ക്ലാസ്സിൽ. നീ മലയ്ക്ക് പോയിട്ടുണ്ടാ? വ്രതം കൊടുക്കണ്ടേ? ഏത്തിസ്റ്റ് ഒന്നുമല്ല, അവന് വിശ്വാസമുണ്ട്. അണ്ടേ ഇല്ല, ഇറുക്ക് ആണാ അതുമാതിരിയാണ്. നല്ല പേടി. അത് ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ട മനസ്സിലായിട്ടുണ്ടാവും. ഓടിയ ഓട്ടം, ആ ലൈറ്റ് മാത്രം ഉണ്ടെങ്കിൽ ആ ഓടിയ ഓട്ടത്തിലെ പുല്ല് പോലും മുളച്ചിട്ടുണ്ടാവില്ല പറഞ്ഞില്ലേ, അതുപോലെയാണ്. അപ്പുറത്ത് നോക്ക്, പാടം വ്യൂ നോക്ക്. തമിഴ്നാട്ടിലെ പാടം കണ്ടിട്ടില്ല പറഞ്ഞത് നിഖിലായിരുന്നു അല്ലേ? ഇങ്ങനെ പറഞ്ഞത് പിന്നെ തമിഴ്നാട്ടില് പാടങ്ങളൊന്നും ഇല്ല അല്ലേ, മറ്റേ സംഭവം ഇല്ല എന്ന് പറഞ്ഞത് അവനല്ലേ? നെല്ലില്ല. എന്നിട്ട് ഈശയ്ക്ക് പോയപ്പോ കാണിച്ചു കൊടുത്തില്ലേ? ഓർമ്മയുണ്ടാ? നമുക്കരിയൊക്കെ ഇവിടുന്നാണ്. റേഷനറി വരുന്നില്ലേ, അതൊക്കെ ഫുള്ള് ഇവിടുന്നാ. വീഡിയോ ക്യാമറകളിലും മറ്റേ ക്യാമറമാൻ നിഖിലിനൊപ്പം ഇറ്റ്സ് മീ അക്ഷയ്, വിഘ്നേഷ്, മണികണ്ഠൻ സൈനിങ് ഓഫ്. Chaka,